ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ മോമോസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ആവിയിൽ വേവിച്ചിട്ടാണ് ഈ ഒരു മോമോസ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. മോമോസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ കുറേ വെള്ളം ആഡ് ചെയ്യരുത്, കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഈ സമയത്ത് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ. അപ്പോൾ നമുക്ക് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം കൊണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഓവറായിട്ട് ഫ്രൈ ആവരുത്, ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഓവറായിട്ട് നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് സബോള റെഡിയായി കിട്ടും. നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ ഒരു പാത്രത്തിൽ നിന്നും മാറ്റാം. ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പച്ചമണക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോസ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയും സോസുകളും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസുകളാക്കിയാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് കുറച്ച് പൊടി ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ടൊന്ന് ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. തിന്നായിട്ട് പരത്തിയെടുക്കണം. വട്ടനെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഷേപ്പ് ഇപ്പോൾ ഈ ഒരു ഷേപ്പൊന്നും ശരിയായിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിങ്ങനെ കിഴി പോലെ ആക്കിയെടുക്കാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ അത് കറക്റ്റ് ആയിക്കോളും. അതിനുശേഷം ഇനി നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
നമുക്ക് ഈ ഒരു ചപ്പാത്തി ഒന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായാൽ നമുക്കിതിങ്ങനെ ഡ്രൈ ആയി കിട്ടില്ല. നല്ല ഡ്രൈ ആയിട്ട് വേണം ഈ ഒരു ഫില്ലിംഗ് ഇരിക്കാനായിട്ട്. ഇനി നമുക്കിതിങ്ങനെ മടക്കി മടക്കി കൊടുക്കാം. ഒരു ഞെറി പോലെ എടുത്തിട്ട് നമുക്കിതിങ്ങനെ മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. വളരെ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. ഈ ഫില്ലിങ് ഉണ്ടാക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ. ചപ്പാത്തി ഇതാണെങ്കിലും ചെറിയ ചപ്പാത്തികളാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാനും പറ്റും. ഇനി ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുഴിച്ചെടുക്കുക, കിഴി പോലെ ആക്കിയെടുക്കണം. ബാക്കിയുള്ളതും ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം കിഴിയാക്കിയെടുക്കുക. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടോ അല്ലെങ്കിൽ ആവിയുടെ സ്റ്റീമറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ ഈ ഒരു മോമോസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. പക്ഷേ കൂടുതൽ ഹെൽത്തി ഈ ഒരു ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഫ്രൈ അധികം എണ്ണ ഉപയോഗിക്കാതിരിക്കാവും നല്ലത്. ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡി ആവും കേട്ടോ. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇഡ്ഡലി തട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കാനും പറ്റും. ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല പെർഫെക്റ്റ് വേവായിട്ടുണ്ട്. ഈ മസാലയുടെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിരിക്കും. ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. പിന്നെ ഈ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ടൈം മാത്രമല്ലേ നമുക്ക് വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അധികം ചിക്കൻ വേണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ചിക്കൻ വെച്ചിട്ടും ഇത് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്